நம சிவாய வாழ்க. നാഥൻ്റെ പാദം വാഴ്ക വാഴ്ക. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ 2-ാം അധ്യായത്തിലേക്ക് നാം കടക്കുകയാണ്. അതിലെ പ്രധാനപ്പെട്ട തലക്കെട്ടിതാണ് കീർത്തി തിരു അകവൽ. ശിവൻ്റെ കീർത്തിയാകുന്ന തിരു അകവലിനെ കുറിച്ചിട്ടാണ് ഇവിടെ പാടുന്നത്. ശിവകീർത്തിയെ കുറിച്ചിട്ടാണ് ഈ 2-ാമത്തെ അധ്യായത്തിൽ 146 വരികളിലൂടെ മാണിക്യവാചകസ്വാമി നമ്മളോട് പറയുന്നത്. അപ്പോൾ തിരു അകവൽ എന്ന് വെച്ചാൽ ശ്രേഷ്ഠമായ അകവൽ കവിത എന്നാണ് അർത്ഥം. അകവൽ തമിഴിലുള്ള ഒരു വൃത്തത്തിൻ്റെ പേരാണ്. ആശിരിയപ്പ എന്ന് പറഞ്ഞ ഒരു വൃത്തമുണ്ട്, അതിനുള്ള പേരാണ് അകവൽ വൃത്തം എന്ന് പറയുന്നത്. അങ്ങനെ അകവൽ വൃത്തവിശേഷത്തിൽ രചിക്കപ്പെട്ട ഒരു ശിവകീർത്തനമാണ് ഈ 146 വരികളുള്ള കീർത്തി ശിവകീർത്തനം. നമുക്ക് അതിലേക്ക് കിടക്കാം. ഇത് ഉള്ളൂർ പരമേശ്വരൻ്റെ തർജ്ജമയേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് തിരുവല്ലത്തിൻ്റെ തർജ്ജമയാണ്. അതുകൊണ്ട് ഈ അധ്യായത്തിൽ തിരുവല്ലത്തിൻ്റെ തർജ്ജമയാണ് നാം പിന്തുടരുന്നത്. നമുക്ക് നോക്കാം. അതിപുരാതനമാകും തില്ലയിൽ നടനം ചെയ്യും എല്ലാരോടും ചേർന്നിണങ്ങി നിൽക്കും. എണ്ണരുതാത്ത വിഭൂതികൾ മണ്ണിനും വിണ്ണിനും നൽകി അഴിച്ചു നിൽക്കും. എന്നുള്ളിൽ ആനന്ദം പൊങ്ങി തൂകിയിടും വണ്ണം എന്നെ ജ്ഞാനം തീർത്തൊഴിക്കും. തന്നിലേ സർവകലകൾ ഉദിച്ചതും തന്നിലേ അണഞ്ഞതും കാട്ടിത്തന്ന് പാണികൾ 2 ഉയർത്തിപ്പിടിച്ചവൻ കാരുണ്യം വർഷം പൊഴിച്ചു നിൽപ്പോ. തില്ലയിൽ നടനമാടുന്ന, ചിദംബരം ക്ഷേത്രത്തിൽ നടനമാടുന്ന ശിവൻ്റെ ഒരു വാഗ്മയ ചിത്രം ഇവിടെ നമ്മുടെ മുമ്പിൽ മാണിക്യവാചകർ അവതരിപ്പിക്കുകയാണ്. തില്ലയിൽ ശിവക്ഷേത്രത്തിൽ ചെല്ലാത്തവർക്ക്, ചിദംബര ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുവാൻ പറ്റാത്തവർക്ക് നമ്മുടെ മുമ്പിൽ തന്നെ ശിവനെ പ്രത്യക്ഷപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ മുമ്പിൽ, ഇത് കേൾക്കുന്നവരുടെ മുമ്പിൽ, ഇത് വായിക്കുന്നവരുടെ മുമ്പിൽ, ഇത് പാടുന്നവരുടെ മുമ്പിൽ, ഇത് മനനം ചെയ്യുന്നവരുടെ മുമ്പിൽ സാക്ഷാൽ ശിവഭഗവാൻ ജ്യോതിർലിംഗമായി തിരുനടനം നടത്തുന്ന ആ ശിവവിഗ്രഹത്തെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരികയാണ്. നോക്കൂ, തില്ലയിലാടും തിരുവടി. തില്ലയിൽ ചിദംബരത്ത് നടനമാടുന്ന, ശിവതാണ്ഡവത്തിൽ മുഴുകി കഴിയുന്ന ശിവൻ ഭഗവാൻ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ട് ഇതാ ചിദംബരം ക്ഷേത്രത്തിൽ നടരാജ വിഗ്രഹത്തിൽ കുടികൊള്ളുന്നു. എങ്ങനെയുള്ളതാന്ന് നോക്കൂ. ജീവന്മാരെല്ലാരോടും ചേർന്നിണങ്ങി നിൽക്കും. എല്ലാ ജീവന്മാരുടെയും ജനയിതാവായി ഭഗവാൻ നിൽക്കുന്നു. ഈ ലോകത്തിലെ സകല ജീവജാലങ്ങളുടെയും പിതാവായി ഭഗവാൻ ഇതാ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും, ഞാനും നിങ്ങളും ഉൾപ്പെട്ട സകല ജീവജാലങ്ങളുടെയും പിതാവായ ശിവനാണ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത്. അതായത് സൂര്യനിൽ നിന്ന് എങ്ങനെയാണോ രശ്മികൾ പ്രവഹിക്കുന്നത്, അത് മറ്റുള്ളവർക്കത് പ്രകാശം ചൊരിയുന്നത്, അതേപോലെ ശിവഭഗവാനാകുന്ന മഹാസൂര്യനിൽ നിന്ന് എല്ലാ ജീവജാലങ്ങളുടെയും ജീവന് ശക്തി പകർന്നുകൊണ്ട്, ജീവനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ നൃത്തം ചെയ്യുന്നു. അപ്പോൾ എല്ലാ ജീവരാശികളുടെയും പിതാവാണ് സാക്ഷാ ശിവഭഗവാൻ. സൂര്യൻ
കേന്ദ്രമായിരിക്കുന്നത് പോലെ അനന്ത ജീവരാശികൾക്കും ആത്മാവ് പൊതുവായും കേന്ദ്രമായും സ്ഥിതി ചെയ്യുന്നു. ബ്രഹ്മചൈതന്യ വസ്തുവാണ് ഇവിടെ ശിവൻ. സർവ്വജീവരാശികൾക്കും കേന്ദ്രമാണവൻ, ആധാരമാണവൻ, സർവ്വവ്യാപിയാണവൻ. ചിദംബരം ക്ഷേത്രത്തിലെ നടരാജ നൃത്തത്തിൻ്റെ അന്തരാർത്ഥത്തെ, ചിദംബര രഹസ്യത്തെ ഈ 2 വരികളിൽ മാണിക്യവാചകസ്വാമി വ്യക്തമാക്കുന്നു. തില്ലയിലാടും തിരുവടി ജീവന്മാരെല്ലാരോടും ചേർന്നിണങ്ങി നിൽക്കും. ഇനി നോക്കൂ, എണ്ണരുതാത്ത വിഭൂതികൾ മണ്ണിനും വിണ്ണിനും നൽകി അഴിച്ചു നിൽക്കും. എണ്ണരുതാത്ത വിഭൂതികൾ, ഈ പ്രപഞ്ചങ്ങളിൽ കാണുന്ന എല്ലാ വിഭൂതികളും സൃഷ്ടിച്ച് മണ്ണിനും വിണ്ണിനും നൽകി പ്രസാദിച്ചു നിൽക്കുന്നവനാണ് ശിവൻ. അപ്പോൾ ഈ മണ്ണിലും ഭൂമിയിലും അതേപോലെ മറ്റ് 14 ലോകങ്ങളിലും കാണുന്ന എണ്ണരുതാത്ത വിഭൂതികൾ, അനന്തകോടി വിഭൂതികൾ മുഴുവനും ശിവനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നാം എന്താണോ കാണുന്നത്, എന്താണോ കേൾക്കുന്നത്, എന്താണോ അനുഭവിക്കുന്നത്, എല്ലാം ശിവവിഭൂതികളാണ്. ഈ പറയുന്ന വാക്കുകളും ശിവവിഭൂതിയാണ്. ഈ കാണുന്ന പ്രപഞ്ചവും വിഭൂതിയാണ്. അപ്പോൾ മാണിക്യവാചകസ്വാമി പറയുകയാണ്, ഇവിടെ തിരുവാചകം എന്ന് പറയുന്നത് ശിവൻ്റെ വിഭൂതി ആണ്, ശിവൻ്റെ അനുഭൂതിയാണ്, ശിവാനുഭവമാണ്. അപ്പോൾ ശിവനിൽ നിന്നുണ്ടാകുന്ന ഈ അനുഭൂതി തരംഗങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തട്ടെ എന്നാണ് മാണിക്യവാചകസ്വാമി പറയുന്നത്. അപ്പോൾ ശിവാനുഭൂതി നിറഞ്ഞ, ശിവവിഭൂതികൾ നിറഞ്ഞ ഈ പ്രപഞ്ചങ്ങളിലെ എല്ലാ വിഭൂതികളുടെയും ഉടയവൻ ഭഗവാൻ ശിവനാണ്. അത് മണ്ണിനും വിണ്ണിനും നൽകുന്നു. മാത്രമല്ല അത് അഴിച്ചു നിൽക്കുന്നതും ഭഗവാൻ, അതിനെ ഇല്ലാതാക്കുന്നതും ഭഗവാൻ ശിവൻ തന്നെയാണ്. അപ്പോൾ എല്ലാ വിഭൂതികളെയും സൃഷ്ടിക്കുന്നതും സംഹരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. അതിനെ നിലനിർത്തുന്നതും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ വിണ്ണിലും മണ്ണിലും കാണുന്ന സകല ജീവരാശികളുടെയും ജീവനായിരിക്കുന്നതും സകല വിഭൂതികളുടെയും വിഭൂതികളായിരിക്കുന്നതും ഭഗവാൻ ശിവനാണ്. അവയെ ഇല്ലാതാക്കുന്നതും അവയെ സംഹരിക്കുന്നതും ഭഗവാൻ തന്നെ. അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം നടത്തുന്നത് അല്ലയോ ഭഗവാൻ നീയാണ്. എണ്ണരുതാത്ത വിഭൂതികൾ മണ്ണിനും വിണ്ണിനും നൽകി അഴിച്ചു നിൽക്കും. എന്നുള്ളിൽ ആനന്ദം പൊങ്ങി തൂമ്പിടും വണ്ണം എന്നെ ജ്ഞാനം തീർത്ത് ഒഴിക്കും. അപ്പോൾ നോക്കൂ, എന്നുള്ളിൽ ആനന്ദത്തെ നിറയ്ക്കുന്നത് അല്ലയോ ഭഗവാൻ അങ്ങാണ്. അപ്പോൾ ഒരു ശിവഭക്തനെ സംബന്ധിച്ചിടത്തോളം അയാൾ തികഞ്ഞ ആനന്ദവാനായിരിക്കും. അയാളെ പിന്നെ ദുഃഖം തൊടുക പോലുമില്ല. ദുഃഖത്തിൽ നിന്ന് പൂർണ്ണ മോചനം നേടിയവനാണ് ഒരു ശിവസാധകൻ. ആ ശിവസാധകൻ ആനന്ദത്തിൽ ആറാടിയിരിക്കും. എപ്പോഴും ശിവാനന്ദ ലഹരിയിലായിരിക്കും ജീവിക്കുക. അപ്പോൾ തിരുവാചകം കേൾക്കുന്ന എല്ലാവരും ശിവാനന്ദ ലഹരിയിൽ മുഴുകും. ഒരിക്കലും അവരെ ദുഃഖം തീണ്ടുകയില്ല. അപ്പോൾ ദുഃഖത്തിൽ നിന്ന് മോചനം നേടുന്ന ഏറ്റവും വലിയ കീർത്തനമാണ്, ശിവകീർത്തനമാണ് തിരുവാചകം. ഏത് മഹാദുഃഖങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുന്ന കീർത്തനമാണ്, ശിവകീർത്തനമാണ് തിരുവാചകം. അതുകൊണ്ട് തിരുവാചകം കേൾക്കുന്നത് തന്നെ ദുഃഖവിമോചനമാണ്. പിന്നെ അയാളുടെ മനസ്സിൽ ആനന്ദം മാത്രമേ ഉള്ളൂ. ആനന്ദം പൊങ്ങി നിറയും. എന്നിട്ടോ ജ്ഞാനം തീർത്തൊഴിക്കും. ജ്ഞാനത്തിൻ്റെ ലോകത്തിലേക്ക് അയാളെ നയിക്കും. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, തമസോമാ ജ്യോതിർഗമയ, തമസിൽ നിന്ന് ഇരുട്ടിൽ നിന്ന് ജ്യോതിസിലേക്ക് നമ്മളെ നയിക്കുന്ന ദിവ്യപ്രകാശമാണ് ഈ തിരുവാചകമൊഴി. അപ്പോൾ തിരുവാചകമൊഴി എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ മൊഴിയാണ്, ജ്ഞാനമൊഴിയാണിത്, ജ്ഞാനപ്രകാശമാണിത്, ശിവപ്രകാശമാണ്
തിരുവാചകത്തിലെ മൊഴി. ഇത് കേൾക്കുന്നവർ തീർച്ചയായിട്ടും എങ്ങനെയുള്ളവരായിരിക്കും? ജ്ഞാനഭൂമിയിലേക്ക് എത്തപ്പെട്ടവരായിരിക്കും. അജ്ഞാനത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ, ജ്ഞാനത്തിൻ്റെ പ്രകാശലോകത്തിലേക്ക് എത്തിച്ചേർന്നവരായിരിക്കും ഈ ഭഗവത് ഭക്തന്മാരെല്ലാം. അപ്പോൾ ശിവഭക്തനായിരിക്കുക എന്നുള്ളത് മഹാഭാഗ്യമാണ്. തിരുവാചകം കേൾക്കാൻ പറ്റുക, തിരുവാചകത്തെപ്പറ്റി പറയാൻ പറ്റുക, തിരുവാചകം പാടുക, തിരുവാചകം മനനം ചെയ്യുക, ഇതിൽ പരം മറ്റൊരു ഭാഗ്യമില്ല. കാരണം അതോടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ എല്ലാ മഹാദുഃഖങ്ങളും മാറിക്കിട്ടും. അതാണ് മാണിക്യവാചകസ്വാമി ഈ വരികളിലൂടെ ധ്വനിപ്പിക്കുന്നത്. തിരുവാചകം ആരാണോ കേൾക്കുന്നത് അതോടുകൂടി അയാളുടെ പ്രാപഞ്ചികവും അതേപോലെയുള്ള മറ്റുള്ള എല്ലാ ദുഃഖങ്ങളും പൂർണ്ണമായി ഇല്ലാതാകുകയും അയാളുടെ ഹൃദയത്തിൽ ആനന്ദം, ശിവാനന്ദം നുരഞ്ഞു പൊന്തുകയും ചെയ്യും. എന്നുള്ളിൽ ആനന്ദം പൊങ്ങിത്തൂമ്പിടും വണ്ണം എന്നെ ജ്ഞാനം തീർത്തൊഴിക്കും. തന്നിലെ സർവകലകൾ ഉദിച്ചതും തന്നിലണഞ്ഞതും കാട്ടിത്തരുന്നു. അങ്ങനെ ഈ തിരുവാചകം കേൾക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന അനുഭൂതി എന്താണ്? തന്നിലെ സർവകലകൾ ഉദിച്ചതും തന്നിൽ അണഞ്ഞതും കാട്ടിത്തരുന്നു. ശിവനിലാണ് ചന്ദ്രൻ കുടികൊള്ളുന്നത്. ചന്ദ്രക്കല ശിവൻ്റെ ശിരസിലാണ്, അപ്പോൾ ജടാമുടിയിലാണ്. ആ ചന്ദ്രക്കലയിൽ 16 കലകളും തിങ്ങി നിറയുന്നു. പിന്നെ ഈ 16 കലകളും ക്ഷയിച്ച് ഇല്ലാതാകുന്നതും കലകൾ ഉദിച്ചതും കലകൾ അണയുന്നതും അങ്ങ് കാട്ടിത്തരുന്നു. അപ്പോൾ ഇതെല്ലാം ശിവകലകളാണ്. 16 കലകൾ നിറഞ്ഞ സമ്പൂർണമായ ആനന്ദത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മെ നയിക്കുന്നത് ശിവഭഗവാന്റെ ശിരസിലെ ഈ ചന്ദ്രക്കലയാണ്. ഈ ചന്ദ്രക്കലയിൽ തന്നെയാണ് എല്ലാ കലകളും അണയുന്നതും. അപ്പോൾ ജീവിതത്തിൻ്റെ നശ്വരത ബോധ്യപ്പെടുത്തുന്നു, ജീവിതത്തിൻ്റെ സൗന്ദര്യം ബോധ്യപ്പെടുത്തുന്നു, ജീവിതത്തിൻ്റെ കലകളുടെ എല്ലാം പൂർണ്ണതയും അപൂർണതയും എന്താണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നു. അപ്പോൾ ജീവിതം തന്നെ എന്താണെന്ന് ഈ കലകളിലൂടെ, ചന്ദ്രക്കലയുടെ വൃത്തിക്ഷയങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ വൃത്തിയും ക്ഷയവും ജീവിതത്തിൻ്റെ 2 അറ്റങ്ങളാണ്, 2 ഭാവങ്ങളാണ് എന്ന സനാതനമായ സത്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ജീവിതം നശ്വരമാണ്. ഈ നശ്വര ജീവിതത്തിൽ നശ്വരമല്ലാത്ത ശിവനെ, അനശ്വരനായ ശിവഭഗവാനെ തേടുക എന്നാണ് ഇവിടെ മാണിക്യവാചകർ നമ്മളോട് പറയുന്നത്. തന്നിലെ സർവകലകൾ ഉദിച്ചതും തന്നിൽ അണഞ്ഞതും കാട്ടിത്തന്ന് പാണികൾ 2 ഉയർത്തിപ്പിടിച്ചവൻ കാരുണ്യവർഷം പൊഴിച്ചു നിൽപ്പൂ. തില്ലയിലെ ചിദംബര ക്ഷേത്രത്തിലെ ശിവൻ നടരാജ നൃത്തമാടുമ്പോൾ എന്ത് ചെയ്യുന്നു? പാണികൾ 2 ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. അവൻ്റെ കൈകൾ 2 ആകാശത്തിലേക്ക് ഉയർന്നു പൊങ്ങുന്നു. അതെന്താണ്? നമ്മുടെ ഉള്ളിലെ കുണ്ടലിനി ശക്തിയെ മേൽപോട്ടേക്ക് സഹസ്രാരത്തിൽ ഉയർത്തുന്ന പ്രതീകമാണിത്. ആ കൈകൾ ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ തന്നെ അനുഭവമാണ്. പാണികൾ 2 ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. എന്നിലെ 2 പാണികളും ഞാൻ ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് പോലെയാണത്. അതായത് എന്നിലെ കുണ്ടലിനി ശക്തിയെ സഹസ്രാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ആ ചിതാകാശ വെളിയിലേക്ക് എൻ്റെ ജീവൻ പറന്ന് ഉയർന്ന് ശാശ്വത ശിവത്വത്തിലേക്ക് ഉയരുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. അപ്പോൾ പാണികൾ 2 ഉയർത്തിപ്പിടിച്ചവൻ കാരുണ്യവർഷം പൊഴിച്ചു നിൽക്കൂ. എന്താണ്? ജീവന്മാരുള്ള അനന്തമായ കാരുണ്യം കൊണ്ടാണ് അദ്ദേഹം ഈ ശിവ നടരാജ നൃത്തം നടത്തുന്നത്. അപ്പോൾ ഈ നടരാജ നൃത്തത്തിൻ്റെ ധ്വനി എന്താണ്? ഈ നടരാജ നൃത്തത്തിൻ്റെ രഹസ്യം എന്താണ്? നമ്മെ ആകാശത്തിലേക്ക് ഉയർത്തുക. ആകാശം എന്ന് പറഞ്ഞാൽ ശിവലോകത്തിലേക്ക് ഉയർത്തുക. നമ്മെ ശിവലോകത്തിലേക്ക് ഉയർത്താൻ വേണ്ടി, ശിവസാമീപ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഭഗവാൻ ഇതാ നമ്മെ കൈപിടിച്ച് ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇത് നമ്മുടെ തന്നെ അനുഭവമാണ്. ഇത് കേൾക്കുന്നവരുടെ, ഇത് പറയുന്നവരുടെ, ഇത്
മനനം ചെയ്യുന്നവരുടെ ജീവിതത്തിലെ അനുഭവമാണ്. ഇതാ ശിവൻ നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളെ നേരെ കൈലാസത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നു, ശിവലോകത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നു, ശിവസാമീപ്യത്തിലേക്ക് പോകുന്നു. അങ്ങനെ ശിവസായുജ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നു. അപ്പോൾ ഈ പിള്ളയിൽ നടനമാടുന്ന നടരാജൻ്റെ ഒരു വാഗ്മയ ചിത്രം ആവിഷ്കരിച്ചുകൊണ്ട് മാണിക്യവാചകസ്വാമി നമ്മളോട് പറയുകയാണ്, അല്ലയോ ഭക്ത, അല്ലയോ ശിവസാധക, നിന്നെ ഇതാ ശിവലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ശിവൻ വന്നിരിക്കുന്നു. അദ്ദേഹം തൻ്റെ 2 പാണികളും ഉയർത്തിക്കൊണ്ട് ഏതൊരു ലോകത്തിലേക്കാണോ നാം എത്തിച്ചേരേണ്ടത് ആ ലോകത്തെ, ആ ശിവപ്രപഞ്ചത്തെ, ആ ശിവലോകത്തെ നമുക്ക് കാണിച്ചു തരുന്നു. അവിടേക്ക് വരൂ, എൻ്റെ കൂടെ വരൂ. മാണിക്യവാചകർ പറയുകയാണ്, എൻ്റെ കൂടെ ഈ തിരുവാചകത്തിലൂടെ കടന്നു വരൂ. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ശിവലോകത്തിലേക്ക്, ശിവസാമീപ്യത്തിലേക്ക് എത്തിപ്പെടാം. അങ്ങനെ ശിവസായുജ്യം നേടാം. ഇതാണ് ശിവസായുജ്യത്തിൻ്റെ മഹത്തായ ലക്ഷ്യം. ആ മഹത്തായ ലക്ഷ്യത്തിലേക്കാണ് മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകം നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഓം ശിവായ നമഃ.